ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്, പല പല ടെൻസുകളായിട്ട്. അപ്പം ഇവിടെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാം, എനിക്ക് കുറച്ച് സമയം വേണം. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ഇപ്പോൾ പറയില്ലേ, എനിക്ക് കുറച്ച് സമയം വേണം, അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എനിക്കെന്ന് വെച്ചാൽ എന്താ, ഐ, കുറച്ച്, സമയം, ടൈം. വേണത്തിന് നമുക്ക് വാണ്ട് എന്ന് പറയാം, നമുക്ക് നീഡ് എന്ന് പറയാം. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഐ നീഡ് സം ടൈം. ഐ നീഡ് സം ടൈം. എനിക്ക് കുറച്ച് സമയം വേണം. ഐ നീഡ് സം ടൈം. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ നീഡ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് മനസ്സിലായി കാണും, ഒരു സിമ്പിൾ പ്രസൻറ്റൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ വെറും ഇവിടെ സബ്ജക്റ്റ് ആൻഡ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയണില്ല, ഞാനിവിടെ മെയിൻലി സബ്ജക്റ്റ് ആൻഡ് വെർബിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ കാര്യം എന്താ, നമുക്കറിയാം ഒരു സിമ്പിൾ പ്രസൻറ്റൻസ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വെർബ് എന്ന നീഡ്. വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും എഴുതാം, ചെയ്യാതെയും എഴുതാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റൻസ് സെൻറ്റൻസ് വരുമ്പം നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തും എഴുതാം, ആഡ് ചെയ്യാതെയും എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്ന സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രം യൂസ് ചെയ്തിട്ടാണ്, എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ബ്രാക്കറ്റിൽ എങ്ങനെ എഴുതാം, എസ് ഓർ ഇ എസ്. അപ്പം ഇതിവിടെ യൂസ് ചെയ്യാതെയാണ് നമ്മൾ എഴുതിയത്. അപ്പം രണ്ട് രീതിയിൽ നമുക്കൊരു സിമ്പിൾ പ്രസൻറ്റൻസ് സെൻറ്റൻസ് എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാതെ എഴുതുന്നേ ഉള്ളൂ. കാര്യം എന്തിവിടെ യൂസ് ചെയ്യാൻ, ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് എന്താണെന്ന്. അപ്പം ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ വന്നുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യാഞ്ഞത്, വെർബിൻ്റെ കൂടെ എസ് യൂസ് ചെയ്യാഞ്ഞത്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, ഒരാളുടെ പേര്, ഇതൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം സിംഗുലാർ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കുക, സിംഗുലാർ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർബിൻ്റെ കൂടെ, വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നീഡാണ്, നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, പിന്നെ ഒരാളുടെ പേര്, ഇതൊക്കെ നമുക്ക് സിംഗുലാർ സബ്ജക്ട്സ് നമുക്ക് പറയാം. അപ്പം പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ യു, വി, ദേ. അപ്പം ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം, നമ്മളെങ്ങനെ എഴുതിയത്? ഐ നീഡ് സം ടൈം. ഐ നീഡ് സം ടൈം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ സമ്മതിക്കില്ല എന്ന് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് നമുക്ക് പറയാം. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ, ഷീ, ഒരിക്കലും സമ്മതിക്കുക എന്ന് വെച്ചാൽ എഗ്രി. അപ്പോൾ ഇവിടെ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം ഇത് പിന്നീടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മളിവിടെ വിൽ യൂസ് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വിൽ യൂസ് ചെയ്തത്. ഷീ വിൽ, ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് എങ്ങനെ എഴുതാം? നെവർ. ഷീ വിൽ നെവർ അഗ്രി. ഷീ വിൽ നെവർ അഗ്രി, AGREE. അവൾ ഒരിക്കലും സമ്മതിക്കില്ല. ഷീ വിൽ നെവർ അഗ്രി. ഷീ വിൽ നെവർ അഗ്രി, അവൾ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടുത്തെ സബ്ജക്റ്റാണ് ഷീ. ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ എഴുതാം ചെറുതായിട്ട്. പിന്നെ ഷീ സബ്ജക്റ്റ്, പിന്നെന്താ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? നെവറാണ് ഇവിടുത്തെ വെർബ്. നമ്മൾ ആ വെർബിനെ നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കി മാറ്റിയപ്പോഴാണ് വിൽ നെവർ എന്ന് വന്നത്. വിൽ നെവർ. കാര്യം നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ വില്ല് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പം വില്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ വിൽ നെവർ എന്നായപ്പം ഒരു ഫ്യൂച്ചർ ഫോമായി, ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബായി. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ വിൽ നെവർ അഗ്രി. അവൾ ഒരിക്കലും സമ്മതിക്കില്ല. ഷീ വിൽ നെവർ അഗ്രി.
നെക്സ്റ്റ് പോയിൻറ്റ്, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം നമുക്ക്? എനിക്ക് സഹിക്കുക എന്ന് വെച്ചാൽ എന്താ? ടോളറേറ്റ്. ഇവിടെ സഹിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കാൺട്ട് യൂസ് ചെയ്തു. ഐ കാൺട്ട് ടോളറേറ്റ് ദിസ്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ടോളറേറ്റ് ദിസ്. നമുക്കിനി അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, അവർ സത്യം മറയ്ക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവർ സത്യം മറയ്ക്കുകയാണ്. അപ്പം അത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. സത്യം, ട്രൂ. അപ്പം മറയ്ക്കുകയാണ്. മറയ്ക്കുക എന്ന് വെച്ചാൽ ഹൈഡ്. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? അവർ, ദേ ആർ. നമ്മളിവിടെ ആർ യൂസ് ചെയ്ത് എഴുതേണ്ടത്. കാര്യം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ദേ ആർ മറയ്ക്കുക. മറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്. അപ്പം ദേ ആർ ഹൈഡിങ്. ഞാനിവിടെ ഹൈഡിങ് എന്നാണ് എഴുതിയത്. ദേ ആർ ഹൈഡിങ്. എന്താണ് അവർ മറയ്ക്കുന്നത്? അവർ സത്യമാണ് മറയ്ക്കുന്നത്. ദേ ആർ ഹൈഡിങ് ട്രൂത്ത്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ സത്യം മറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി നോക്കാം? ദേ ആർ ഹൈഡിങ് ട്രൂത്ത്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ദേ ആർ. നമ്മൾ ആർ യൂസ് ചെയ്തു. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. ഈസ് ഓർ ആം ഓർ ആർ. ഇതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. അതിന് ശേഷമേ നമ്മൾ എന്ത് ആഡ് ചെയ്യണം. ഈസ് വേണോ, ആം വേണോ, ആർ വേണോ എന്നൊക്കെ ആഡ് ചെയ്യുന്നത് ഏതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഇപ്പം ദേ ആണ്. അപ്പോൾ ദേയുടെ കൂടെ എന്താ നമ്മൾ ആഡ് ചെയ്തത്? ആർ. കാര്യം ദേയുടെ കൂടെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരിക്കലും ദേ ഈസ് എന്ന് വരത്തില്ല, ആം എന്ന് വരത്തില്ല. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് ദേയുടെ കൂടെ ആറാണ്. അപ്പം പിന്നെ ഈ ഒരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ആർ ഓർ ഈസ് ഓർ ആം പ്ലസ് വെർബ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഹൈഡാണ് വെർബ്. അപ്പം നമ്മൾ ഹൈഡിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. ഹൈഡിങ്ങായി. അപ്പോൾ ING ആഡ് ചെയ്യുമ്പം ഹൈഡിങ്ങായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൈഡിൻ്റെ കൂടെ ING ആഡ് ചെയ്തു. അപ്പം ഹൈഡിങ്ങായി. അപ്പം അവർ സത്യം മറയ്ക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം ദേ ആർ ഹൈഡിങ് ട്രൂത്ത്. ദേ ആർ ഹൈഡിങ് ട്രൂത്ത്. അവർ സത്യം മറയ്ക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവർ സത്യം മറയ്ക്കുകയാണ്. ദേ ആർ ഹൈഡിങ് ട്രൂത്ത്. നെക്സ്റ്റ് പോയിൻറ്റ്, അവൻ വിചിത്രമായി പെരുമാറുന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു കാര്യം, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം. അവൻ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. വിചിത്രമായി നമുക്ക് സ്ട്രേഞ്ച് എന്ന് പറയാം. വിചിത്രമായി സ്ട്രേഞ്ച്. പെരുമാറുക എന്ന് വെച്ചാൽ നമുക്ക് ആക്ട് എന്ന് പറയാം, ബിഹേവ് എന്ന് പറയാം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ വിചിത്രമായി പെരുമാറുന്നു. അപ്പം എങ്ങനെ എഴുതാം? ഹീ ഈസ് ആക്ടിങ് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായി. ഹീ ഈസ് ആക്ടിങ് സ്ട്രേഞ്ച്. അവൻ വിചിത്രമായി പെരുമാറുന്നു. ഹീ ഈസ് ആക്ടിങ് സ്ട്രേഞ്ച്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റാണ് ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് അറിയാം, നമ്മളിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ എഴുതാൻ പോവാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പം ഈ ഒരു സ്ട്രക്ചറാണ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയത്? ഇവിടെ സബ്ജക്റ്റാണ് ഹീ. അപ്പം ഇവിടെ വേണ്ട സബ്ജക്റ്റ് പ്ലസ്. അപ്പം സബ്ജക്റ്റ് ഹീ ആണ്. പ്ലസ് നമുക്ക് ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് ഹീയുടെ കൂടെ, ഇപ്പോൾ ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഹീയുടെ കൂടെ നമുക്ക് ഒരിക്കലും ആം ആഡ് ചെയ്യാൻ പറ്റില്ല,
ആഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഹീയുടെ കൂടെ ഈസേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈസ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ആക്റ്റാണ് ഇവിടുത്തെ വെർബ്. അപ്പം വെർബിൻ്റെ കൂടെ ഇപ്പം നമ്മൾ എന്താ യൂസ് ചെയ്ത് വെർബിൻ്റെ കൂടെ ഐ എൻ ജി നമ്മൾ ആഡ് ചെയ്തു വെർബിൻ്റെ കൂടെ. അപ്പം ആക്ടിങ്ങിനായി. ഹി ഈസ് ആക്ടിങ്. പിന്നെന്താ, പിന്നെ എന്താ, വിചിത്രമായി. അപ്പോൾ സ്ട്രേഞ്ച്. ഹി ഈസ് ആക്ടിങ് സ്ട്രേഞ്ച്. അവൻ വിചിത്രമായി പെരുമാറുന്നു. ഹി ഈസ് ആക്ടിങ് സ്ട്രേഞ്ച്. അപ്പം അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം? ഞാൻ ഐ. അപ്പം നിന്നെ യു. കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താ? ബ്ലെയിം. അപ്പോൾ ഇവിടെ കുറ്റപ്പെടുത്തില്ല എന്നാണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നമുക്ക് നോക്കാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഐ ഡോണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഡോണ്ട് യൂസ് ചെയ്ത കാര്യം? കുറ്റപ്പെടുത്തില്ല എന്നാണ്. അപ്പം ഐ ഡോണ്ട് എന്ന് ഇവിടെ എഴുതി. ഐ ഡോണ്ട്. കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ ബ്ലെയിം. ഐ ഡോണ്ട് ബ്ലെയിം യു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഐ ഡോണ്ട് ബ്ലെയിം യു. അപ്പം ഇവിടെ ഓർത്തിരിക്കുക, ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. അപ്പം നമ്മളിവിടെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡോണ്ട് യൂസ് ചെയ്തു. ഡോണ്ട്. അപ്പം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ ഡോണ്ട് ബ്ലെയിം യു. ഐ ഡോണ്ട് ബ്ലെയിം യു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഐ ഡോണ്ട് ബ്ലെയിം യു. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് എൻ്റെ പിന്തുണ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ, എൻ്റെ, മൈ. പിന്തുണ എന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട്. വേണം, നീഡ്. അപ്പം അവൾക്ക് എൻ്റെ പിന്തുണ വേണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ നമ്മൾ ഷീന്ന് എഴുതി. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. അവൾക്ക് എൻ്റെ പിന്തുണ വേണം. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ നീഡ് ആണ് വെർബ്, നീഡ്. അപ്പം നമുക്കറിയാം ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഞാനിവിടെ ഒബ്ജക്റ്റിനെ പറ്റി പറയണില്ല, ജസ്റ്റ് ആ ഒരു ബേസിക്കാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണെങ്കിൽ പക്ഷേ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പം ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നീഡാണ് ഇവിടുത്തെ വെർബ്. അപ്പം ഇവിടുത്തെ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണോ വേണ്ടിയോ നമുക്ക് നോക്കാം. അപ്പം ഹീ, ഷീ, ഇറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീയാണ് സബ്ജക്റ്റ്. അപ്പം നമുക്ക് വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഹീ, ഷീ, ഇറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുത്തെ വെർബ് നീഡാണ്. അപ്പം നമ്മൾ നീഡിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു, നീഡ്സിനായി. ഇപ്പോൾ ഹീ വന്നാലും ഷീ വന്നാലും ഒക്കെ നമുക്ക് ഇതേ ഒരു രീതിയിൽ എഴുതാം. പിന്നെ നമുക്ക് നമ്മളിത് എങ്ങനെ എഴുതി? അവൾക്ക് എൻ്റെ പിന്തുണ വേണം. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.